പഹൽഗാമിൽ ആക്രമണം നടത്തി ഭീകരർക്കായുള്ള തെരച്ചിൽ തുടരുന്നതിനിടെ ഭീകരബന്ധമുള്ള യുവാവ് മരിച്ച നിലയിലെന്നുള്ളതാണ് വാർത്ത. കുൽഗാം സ്വദേശി ഇംതിയാസ് അഹമ്മദ് മഗ്രയാണ് മരിച്ചത്. പുഴയിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്. ബൽറാം നെടുങ്ങാടി വിനിത വിജിയും ആ വാർത്തയുടെ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഈ സംഭവത്തെപ്പറ്റി അവിടുത്തെ അന്വേഷണ ഏജൻസികൾ പറയുന്നത് എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? ഹാഷ്മി, ഈ പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ തന്നെ പ്രാദേശിക ഭീകരരുമായി ബന്ധമുള്ള പ്രദേശവാസികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഏജൻസികൾ ഊർജിതമാക്കിയിരുന്നു. സമാനമായി ഭീകരബന്ധമുള്ളതായി കണ്ടെത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുത്ത ഒരു യുവാവാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇയാളെ കുൽഗാം സ്വദേശിയാണ്. ഇംതിയാസ് അഹമ്മദ് മഗ്രെ എന്നാണ് പേര്. ഇയാൾക്ക് ഭീകരരുടെ ഒളിത്താവളം സംബന്ധിച്ചുള്ള വിവരമുണ്ടായിരുന്നു. 2 ഒളിത്താവളങ്ങൾ സംബന്ധിച്ചാണ് ഇയാൾക്ക് വിവരം ഉണ്ടായിരുന്നത്. ഇതിൽ ഒരു ഒളിത്താവളം നേരത്തെ പോലീസിന് ഇയാൾ കാണിച്ചു കൊടുക്കുകയും ആ ഒളിത്താവളം പോലീസ് തകർക്കുകയും അവിടെ നിന്നും ആയുധങ്ങൾ അടക്കമുള്ള ശേഖരം കണ്ടെത്തുകയും ചെയ്തിരുന്നു. ഇത് കുൽഗാമിൽ നിന്ന് തന്നെയാണ് ഈ ആദ്യ ഒളിത്താവളം കണ്ടെത്തിയത്. തുടർന്ന് മറ്റൊരു ഒളിത്താവളം കൂടി കണ്ടെത്താനുള്ള ശ്രമത്തിനിടെയാണ് ഇയാൾ പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി പുഴയിലേക്ക് ചാടുകയായിരുന്നു. ഈ ഒളിത്താവളത്തിന് അടുത്ത് എത്തുന്ന ഒരു ഘട്ടത്തിലാണ് ഇയാൾ പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി പുഴയിലേക്ക് ചാടിയത്. അതേസമയം പോലീസ് ആകട്ടെ ഇയാളുടെ സഞ്ചാരം അത് ഡ്രോൺ ക്യാമറയിൽ കൃത്യമായി തന്നെ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. തുടർന്ന് പോലീസിൽ നിന്നും രക്ഷപ്പെടാനായി പുഴയിൽ ചാടിയ ഇയാളെ പിന്നീട് വൈകിട്ടോടെ മരിച്ച നിലയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ശക്തമായ ഒഴുക്കുള്ള പുഴയാണ്. ഈ ഹിമാലയൻ നദി ആയതുകൊണ്ട് തന്നെ കടുത്ത തണുപ്പുമുണ്ട്. ഇതിനിടെ ഉണ്ടായ അപകടം ആണ് ഇയാളുടെ മരണകാരണം എന്നാണ് നിഗമനം. മൃതദേഹം ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നായിരിക്കും പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കുക. ഭീകരർക്ക് സഹായം നൽകുന്ന പ്രദേശവാസികൾക്ക് വേണ്ടിയുള്ള അന്വേഷണം ഊർജിതമായി തുടരുന്നതിനിടെയാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായിരിക്കുന്നത്. നിരവധി ഒളിത്താവളങ്ങൾ സമാനമായ രീതിയിൽ തന്നെ ഈ പ്രദേശവാസികളുടെ സഹായത്തോടെ നിർമ്മിച്ച അതിലൂടെ മുന്നോട്ട് പോകുന്ന ഒളിത്താവളങ്ങൾ ജമ്മുകശ്മീർ പോലീസും രാഷ്ട്രീയ റൈഫിൾസും ചേർന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആ ഒരു നടപടി അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. ഏതാണ്ട് 3000-ലധികം പേർ പ്രാദേശികമായി ഭീകരവാദികളെ സഹായിക്കുന്നവർ നിലവിൽ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നുള്ളതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. അതേസമയം ഈ ഭീകരർക്ക് വേണ്ടിയുള്ള വനമേഖലയിലെ തെരച്ചിൽ ഊർജിതമായി തന്നെ തുടരുകയാണ്. അതുമായി ബന്ധപ്പെട്ട NIA-യുടെ ചോദ്യം ചെയ്യലും തുടരുകയാണ്. കഴിഞ്ഞ ദിവസം 2 ഭീകരവാദികൾ മുൻപ് ഒരു ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് നിലവിൽ ജയിലിൽ കഴിയുന്ന 2 ഭീകരവാദികൾ അടക്കമുള്ളവരെ NIA ചോദ്യം ചെയ്തിരുന്നു. ഇവർ ഈ പഹൽഗാമിൽ ആക്രമണം നടത്തിയ ഭീകരർ നേരത്തെയും 2 ഭീകരാക്രമണങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് എന്ന ഒരു വിവരവും NIA-ക്ക് ലഭിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണവും ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഹാഷ്മി.